പുതിയ ക്യാമ്പ് നൗ സ്റ്റേഡിയം പണിതതിനു ശേഷം ബാഴ്സലോണ ലാ ലീഗയിൽ പരാജയപ്പെട്ടിട്ടേയില്ല. അവരുടെ പുതിയ സീസണിലെ ആദ്യത്തെ ക്യാമ്പ് നൗ മത്സരം, ആദ്യത്തെ ഹോം മത്സരം അത് അവർ തകർപ്പൻ വിജയത്തോടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതില്ലാത്ത 2 ഗോളിന്റെ ഒരു കിടിലൻ വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോയിനെ ഇതില്ലാത്ത 2 ഗോളുകൾക്ക് ബാഴ്സലോണ പരാജയപ്പെടുത്തി. അപ്പൊ ഈ ഒരു മത്സരത്തെ കുറിച്ച്, ഈ മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ്, ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ ഒക്കെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ നോക്കി വെച്ചേക്കുക, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ഗോളുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. 2 ഗോളുകൾ. ആദ്യത്തെ ഗോള് റാഫിനിയാണ് സ്കോർ ചെയ്യുന്നത്. കളിയുടെ 37-ാം മിനിറ്റിൽ പെഡ്രിയുടെ അസിസ്റ്റിൽ നിന്നും റാഫിന സ്കോർ ചെയ്യുന്നു. ഈ ഒരു ഗോളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ പറയേണ്ടത് പെഡ്രി കൊടുത്ത ആ ഒരു പാസ്സാണ്. വാട്ട് എ പാസ്! വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാസ്സാണ് പെഡ്രി നൽകിയിട്ടുണ്ടായിരുന്നത്. ഓഫ് സൈഡ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഓഫ് സൈഡ് ട്രാപ്പൊക്കെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്ത് ആ ഒരു റണ്ണ് വരുമ്പോൾ അവിടെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചു കൊടുത്തു പാസ്. ആ ഒരു ബോൾ എടുത്ത റാഫീന എന്താ മനുഷ്യ ചെയ്തത്? ബോൾ എടുത്തു പോയി ആ ഒരു ഗോൾ കീപ്പറിനെ, അതായത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ഗോൾ കീപ്പർ ഉനൈ സിമോൺ, കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലൗ വിന്നർ ആയിട്ടുള്ള ഉനൈ സിമോണിനെ ഈസി ആയിട്ടാണ് ഒരു 1-on-1 ബീറ്റ് ചെയ്തിട്ട് ഈസി ഫിനിഷ് ആണ് ചെയ്യുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോള്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാസുമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ വേറെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. മറ്റേ ഫാബി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ കൊടുത്തൊരു ക്രോസ്, ഒരു ഹെഡർ പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്ന നമ്മൾ കണ്ടു. അതുപോലെ തന്നെ യമാൽ ഓഫ് സൈഡ് ആയതിൻ്റെ പേരിൽ പെഡ്രിയുടെ ഒരു ഗോൾ ഡിസലോ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വേറെ ലെവലിലുള്ള ഒരു ഗെയിം. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു. ബാഴ്സയ്ക്ക് കുറേ ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗോളുകളൊന്നും വരാതെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവസാനം 82-ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ്, കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ നേടിയ ഫെർമിൻ ലോപ്പസ് ബാഴ്സയുടെ 2ാമത്തെ ഗോൾ നേടുകയാണ്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ആ ഒരു ഡിഫൻസീവ് എറർ മുതലെടുത്തുകൊണ്ട് ഫെർമിൻ ലോപ്പസ് പന്ത് വലയിൽ എത്തിച്ചു. അങ്ങനെ ഇതില്ലാത്ത 2 ഗോളിന്റെ ഒരു വിജയം ബാഴ്സലോണ സ്വന്തമാക്കി. ഈ മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആദ്യമേ നമുക്ക് അറിയാം ബാഴ്സയുടെ ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും ബെസ്റ്റ് ആ ഒരു കോച്ച് എന്ന് പറയുന്നത്, ഒരു സംശയം കൂടാതെ നമ്മൾ പറയും, പെപ് ഗാർഡിയോളയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെപ് ഗാർഡിയോള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മികച്ച പെർഫോമൻസ് നടത്തിയത് ലൂയിസ് എൻറിക്കയുടെ കീഴിലാണ്. അപ്പൊ ഈ 2 കോച്ചസ് ആയാലും, അത് കഴിഞ്ഞ് ഇപ്പൊ അവസാനം വന്നിട്ടുണ്ടായിരുന്ന സാവി ആയാലും, ഇവരെല്ലാവരും ബാഴ്സയെ വെച്ച് കളിപ്പിച്ചിരുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പാസുകൾ ചെയ്യുന്ന ഒരു ഗെയിമാണ്. സ്ക്വയർ പാസുകൾ ചെയ്യുന്നു, അതിലൂടെ ഫുൾ കൺട്രോൾ കിട്ടുന്നു, ഡിഫൻസും സ്ട്രോങ് ആയിട്ട് നിൽക്കും, അറ്റാക്കിങ്ങും മികച്ചതായിരിക്കും. അങ്ങനത്തെ ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈലിൽ സ്ക്വയർ പാസുകൾ മാത്രം കൂടുതലായിട്ട് ചെയ്തുകൊണ്ട് ബോൾ പൊസിഷൻ നിലനിർത്തുന്ന ഒരു ഗെയിം സ്റ്റൈൽ. പക്ഷേ ഈ ഒരു ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബാഴ്സ കളിക്കുന്ന ഇതുപോലത്തെ ഒരു ഗെയിം അല്ല. അവരൊരു അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കുന്നത്. അറ്റാക്കിംഗ് പാസസ് ആണ് ചെയ്യുന്നത്. ഓരോ പാസും, അത് ഡിഫൻഡർ ചെയ്താലും, കീപ്പർ ചെയ്താലും, മിഡ്ഫീൽഡർ ചെയ്താലും, ഫോർവേഡ്സ് ചെയ്താലും, ആര് ചെയ്താലും ഓരോ സിംഗിൾ പാസും അടുത്ത അറ്റാക്കിങ്ങിന് വേണ്ടിയുള്ള പാസസ് ആണ്. അവർ ബോൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡിഫൻസിന് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ വേണ്ടി പാസ് ചെയ്യുന്നില്ല. ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പാസുകളൊന്നും ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം അറ്റാക്കിങ്ങിന് വേണ്ടിയുള്ള പാസസ് ആണ്. ഫസ്റ്റ് മത്സരം 5-0 എന്ന സ്കോറിനാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ 9 ബിഗ് ചാൻസസ് ബാഴ്സ പ്ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്തു. 9 ബിഗ് ചാൻസസ്, നോർമൽ ചാൻസ് അല്ല, ബിഗ് ചാൻസ് മാത്രം 9ആണ്. ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 ബിഗ് ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അറ്റാക്കിംഗ് പാസസ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കഴിഞ്ഞ 2 സീസണുകളിൽ കണ്ട അതേ സാധനം, പക്ഷെ കുറച്ചുകൂടി മാരക ഐറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ബാഴ്സലോണയ്ക്ക് സെന്റർ ഫോർവേഡ് ഇല്ല. ഞാൻ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, സെന്റർ ഫോർവേഡ് ഇല്ലാത്ത ബാഴ്സലോണ, സെന്റർ ഫോർവേഡ് ഇല്ലാതെ സീസൺ തുടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ബാഴ്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത്, അവരുടെ അറ്റാക്കിങ്ങിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഏത് പൊസിഷനിലാണ് കളിക്കുന്നതെന്ന് ഓപ്പോസിറ്റ് ടീമിന് മനസ്സിലാകത്തില്ല. ലെഫ്റ്റ് വിങ്ങർ ആണോ, റൈറ്റ് വിങ്ങർ ആണോ, സെന്റർ ഫോർവേഡ് ആണോ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണോ, ഇതൊന്നും മനസ്സിലാകത്തില്ല. അതുപോലത്തെ ഒരു ഗെയിം ബാഴ്സ കളിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് പെഡ്രിയുടെ ഒരു ഗോൾ ഡിസലോ ചെയ്തല്ലോ. ആ ഒരു ഗോൾ സമയത്ത് ആ ഒരു പാസ് കൊടുത്ത പെഡ്രിയാണെന്നാണ് തോന്നുന്നത്. ആ ഒരു പാസ് വരുമ്പോൾ സെന്റർ ഫോർവേഡ് പൊസിഷനുള്ളത് ലാമിൻ യമാലാണ്. യമാലാണ് ഓഫ് സൈഡിലാകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഒരു ഫോർമേഷൻ പ്രകാരം, അതായത് 4-2
4-3-1 ഫോർമേഷൻ, ഇല്ലെങ്കിൽ 4-3-3 ഫോർമേഷൻ, അതുപോലത്തെ ഒരു ഫോർമേഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു ഫോർമേഷൻ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ റാഫീഞ്ഞയാണ് സെന്റർ ഫോർവേഡ് ആയിട്ടുള്ളത്. പക്ഷെ റാഫീഞ്ഞയെ നമുക്ക് അവിടെ കാണാൻ പറ്റും, യമാലിനെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസിനെയും ആ ഒരു പൊസിഷനിൽ കാണാൻ പറ്റി. ഫെർമിൻ ലോപ്പസ് രണ്ടാമത്തെ ഗോൾ നേടുന്നത് സെന്റർ ഫോർവേഡ് പൊസിഷനിലാണ് ആൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഗോൾ അവിടെ ആൾക്ക് ആ ഒരു മിസ്റ്റേക്ക് മുതലെടുത്തിട്ട് ഗോളാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആന്റണി ഗോർഡനെയും നമുക്ക് ആ ഒരു പൊസിഷനിൽ കാണാൻ പറ്റും. എല്ലാവരും ആ ഒരു സെന്റർ ഫോർവേഡ് പൊസിഷനിൽ പോകുന്ന കാണാം. PSG അവരുടെ സെന്റർ ഫോർവേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഉസ്മാൻ ഡെംബലെ ആണല്ലോ. ഡെംബലെ ഒരു വിങ്ങർ ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്ത പ്ലെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾ വിങ്ങിലോട്ട് പോകുന്ന സമയത്ത് മറ്റ് വിങ്ങി കളിക്കുന്ന പ്ലേയേഴ്സ് അത് സെന്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സെയിം പരിപാടിയാണ് ബാഴ്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഴ്സയുടെ സെന്റർ ഫോർവേഡ് ആരാണ്? അത് ഫോർമേഷനിൽ ഒരാളാണ്, പക്ഷെ ഗ്രൗണ്ടിൽ അങ്ങനെ അല്ല. ഗ്രൗണ്ടിൽ ആര് വേണമെങ്കിലും സെന്റർ ഫോർവേഡ് ആകാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഓപ്പോസിറ്റ് ടീമിലെ ഡിഫൻസിന് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അത് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഒരു ബ്രില്യൻ പരിപാടിയാണ്, ഒരു കിഡിലൻ പരിപാടിയാണ്. ആധുനിക ഫുട്ബോൾ ഈ രീതിയിൽ മാറും എന്നത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞതാണ്. പല ടീമുകളും അവരുടെ അറ്റാക്കിങ് കളിക്കുന്ന പ്ലേയേഴ്സിന്റെ വെർസാലിറ്റി വലിയ രീതിയിൽ പിച്ചിൽ ഉപയോഗിക്കുന്ന നമുക്ക് ഇനിയുള്ള സീസണുകളിൽ കാണാൻ കഴിഞ്ഞേക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ടീമുകൾക്ക് കൂടുതലായിട്ട് മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും എന്നത് ഞാനൊരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് എക്സാക്റ്റ് ആയിട്ട് ഈ മത്സരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞു പോകേണ്ട കുറച്ച് പേരുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരെ കുറിച്ചും സംസാരിക്കേണ്ടി വരും. എല്ലാവരെ കുറിച്ചും ബാഴ്സയിൽ കളിച്ച എല്ലാവരെ കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാവരെ കുറിച്ചും പറയുന്നില്ല. ഒരു 3 പ്ലേയേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു പോകാം. ഒന്നാമത്തത് ലാമിൻ യമാലാണ്. ലാമിൻ യമാലിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മത്സരം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഈ ഒരു സീസണിലെ ലാലിഗ മത്സരം എൽച്ചെ 5 ഗോളിന് തോൽപ്പിച്ച മത്സരം, അതിൽ യമാൽ ഭയങ്കര ഡൗൺ ആയിരുന്നു. യമാലിന്റെ പെർഫോമൻസ് ഡൗൺ ആയിരുന്നു. ആളുടെ ഒരു എല്ലാം ഡൗൺ ആയിരുന്നു. ആള് സബായിട്ട് പോയതിനു ശേഷം ആളുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആളവിടെ ഇരിക്കുമ്പോൾ ഡഗൗട്ട് ഇരിക്കുമ്പോൾ ആളുടെ ആ ഒരു ബിഹേവിയർ, ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പക്ഷെ ഈ മാച്ചിലേക്ക് വരുമ്പോൾ എങ്ങനെയോ ഭാഗ്യമില്ലാത്തത് കൊണ്ട് മാത്രം ആൾക്ക് ഗോളോ അസിസ്റ്റോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. സ്റ്റിൽ ആളുടെ പെർഫോമൻസ് വേറെ റേഞ്ചിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ആൾക്ക് sofascore.com നൽകിയിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത് 7.6 ആണ്. പക്ഷെ സ്റ്റിൽ ഞാൻ 8-ന് മുകളിൽ റേറ്റിംഗ് ആൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. 7 ഷൂട്ടാണ് ആൾ അടിച്ചത്. 7 ഷൂട്ട്, അതിൽ 3 ഓൺ ടാർഗറ്റിലേക്ക് എത്തി. 1 ആ ഒരു ക്രോസ് ബാറിൽ തട്ടി പോകുന്നത് നമ്മൾ കണ്ടു, ബാറിൽ തട്ടി പോകുന്നത് കണ്ടു. അങ്ങനെ ഒരു കിഡിലൻ പെർഫോമൻസ് ഓവറോൾ ആൾ നടത്തി. ഡ്രിബ്ലിംഗ് ആയാലും പാസിംഗ് ആയാലും ആളുടെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് എന്തോരം വേണമെങ്കിലും സംസാരിക്കാം. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 85 ടച്ചസ് ആൾ ചെയ്തു. 81 ആക്യുറേറ്റ് ആയിട്ടുള്ള ടച്ചസ് ആണ്. 4 മിസ് ടച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 കീ പാസ്, എടുത്തു പറയേണ്ട സംഭവമാണ്. ആള് കൊടുക്കുന്ന പാസുകളൊക്കെ അത്രയും ഡേഞ്ചർ ആയിരുന്നു. 5 കീ പാസസ്, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഹിറ്റ് വുഡ് വർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 7 ഷൂട്ട്, 3 ഷൂട്ട് ഓൺ ടാർഗറ്റും ആള് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ എന്തോ ഭാഗ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഗോളോ അസിസ്റ്റോ ഒന്നും വരാതെ പോയത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടേനെ. ഒരു ബ്രില്യൻ പെർഫോമൻസ് യമാലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടു. യമാൽ ഫുൾ ടൈം കളിച്ചിരുന്നു ഈ മത്സരത്തിൽ. ആളുടെ ഒരു കിഡിലൻ പെർഫോമൻസ്. സാധാരണ യമാലിന്റെ ഭാഗത്ത് നമ്മൾ കാണുന്ന ആ ഒരു പരിപാടി, ഒരു പ്ലേ മേക്കിംഗ് പരിപാടി, അത് ആൾ കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡേ ആയിരുന്നു യമാലിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് പൗ കുബാർസയുടെ പേരാണ്. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയുടെ ഹൈലൈൻ ആ ഡിഫൻസ് ഏറ്റവും കൂടുതൽ ഷേക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ടീമിന് ഈസി ആയിട്ട് ഗോളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ പൗ കുബാർസി ഈ ഒരു മത്സരത്തിൽ നടത്തിയിട്ടുള്ള പെർഫോമൻസ് വേറെ റേഞ്ചിലുള്ള ഒരു പെർഫോമൻസ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ ആൾ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല, ഈ മത്സരത്തിൽ ആൾ സ്റ്റാർട്ട് ചെയ്തു. ആളെ സംബന്ധിച്ച് 5 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ആൾ നടത്തി. 2 ടാക്കിളുകൾ, അത് 2 ക്ലിയർ ആയിട്ടുള്ള ടാക്കിളുകളായിരുന്നു. 3 ക്ലിയറൻസുകൾ ആൾ ചെയ്തു. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡുവൽസ്, 3 ഗ്രൗണ്ട് ഡുവൽസ്, അത് 3 വിൻ ചെയ്തു. ഏരിയൽ ഡുവൽസ് 4 ആയിരുന്നു, അതിൽ 2 വിൻ ചെയ്തു. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു പൗ കുബാർസിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. 8 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ മത്സരത്തിൽ ബാഴ്സയുടെ നിരയിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേരാണ് പെഡ്രിയുടേത്. വാട്ട് എ പെർഫോമൻസ്, വാട്ട് എ പെർഫോമൻസ്. പെഡ്രി നമുക്കറിയാം ബാഴ്സയെ കളിക്കുന്ന സമയത്ത് പെഡ്രിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ബാഴ്സയുടെ ഒരു കീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബാഴ്സയുടെ ആ ഒരു എൻ്റർ ഗെയിം കൺട്രോൾ ചെയ്യുന്ന പെഡ്രിയാണ്. പെഡ്രിയുടെ ആ ഒരു പാസിങ്, അതുപോലെ തന്നെ പെഡ്രിയുടെ ആ ഒരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസും ഒഫൻസീവ് കോൺട്രിബ്യൂഷൻസും, ആള് ബോൾ ഹോൾഡ് ചെയ്യുക, ആളുടെ ആ ഒരു ക്ലച്ച് പോലത്തെ പരിപാടിയാണ് ആൾ ചെയ്യുന്നത്.
നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പീഡ് കൂട്ടണമെങ്കിൽ ഗിയർ മാറ്റും, സ്പീഡ് കുറയ്ക്കണമെങ്കിലും നമുക്ക് അറിയില്ല ബ്രേക്ക് പിടിച്ച് ഗിയർ മാറ്റണം. ഇപ്പോഴെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ക്ലച്ച്. ആ ഒരു ക്ലച്ച് പരിപാടിയാണ് ആൾ ചെയ്യുന്നത്. ബാഴ്സയുടെ ഗെയിമിന്റെ സ്പീഡ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും അതിന് ഈ ഒരു പെഡ്രി വിചാരിക്കണം എന്നതാണ് പെഡ്രിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പെഡ്രി ഈ മത്സരത്തിൽ 8 റേറ്റിംഗ് ആണ് പെഡ്രിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു അസിസ്റ്റ്. ആളുടെ ആ ഒരു ഫസ്റ്റത്തെ ഒരു റാഫീനയ്ക്ക് കൊടുത്ത പാസ്സൊക്കെ ബ്രില്യൻ പാസ്സാണ്. അതുപോലെ കുറെ പാസസ് ഈ മാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും ഗോളായില്ല എന്നതാണ്. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഒരു അസിസ്റ്റ് കൊടുത്തു, 3 കീ പാസസ് നൽകി, മൊത്തം 54 പാസസ് ചെയ്തു. അതിൽ 52 ആക്യുറേറ്റ് ആയിരുന്നു. 96% പാസിംഗ് ആക്യുറസി. ഒരു പ്ലെയർ, മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഒരു പ്ലെയർ 90-ന് മുകളിൽ പാസിംഗ് ആക്യുറസി ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വേറെ ലെവൽ ഒരു പെർഫോമൻസ് ആണ്. ഇവിടെ 96 പാസിംഗ് ആക്യുറസി. അതുപോലെ തന്നെ ടച്ചസ് 66 ടച്ച് ചെയ്തതിൽ 65 കറക്റ്റ് ആയിട്ടുള്ള ടച്ച്. ഒരൊറ്റ മിസ് ടച്ചാണ് ആകെ ആൾ ചെയ്തിട്ടുള്ളത്. മിഡ്ഫീൽഡ് പോലെ ഒരു ക്രൂഷ്യൽ പൊസിഷനിൽ ഒരൊറ്റ മിസ് ടച്ച് മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് 3, ടാക്കിൾ 2, അത് 2 ക്ലിയർ ടാക്കിൾസ് ആയിരുന്നു, റിക്കവറി 3, ക്ലിയറൻസ് 1, ഗ്രൗണ്ട് ഡുവൽസ് 4-ൽ 4 ആൾ വിൻ ചെയ്തു എന്നതാണ്. അതായത് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ആയാലും അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് ആയാലും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യുകയാണ് പെഡ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വേറെ ലെവലിലുള്ളൊരു പെർഫോമൻസ് ആളുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. ഇനി ഈ മത്സരത്തിലെ ഹീറോ ആരാണ്? ഈ മത്സരത്തിലെ ഹീറോ ഗോൾ അടിച്ച റാഫീഞ്ഞയാണോ, ഫിർമിൻ ലോപ്പസ് ആണോ, അതോ ഇപ്പൊ ഞാൻ പറഞ്ഞ യമാലാണോ, പെഡ്രി ആണോ? ഇവരൊന്നും അല്ല കേട്ടോ, ഇവരൊന്നുമല്ല. പൗക്കു ബാർസി ഇവരൊന്നുമല്ല. ഈ മത്സരത്തിലെ ഹീറോ എന്ന് പറയുന്നത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഉനൈ സിമോൺ ആണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ ആയിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലൗ വിന്നർ ആയിട്ടുള്ള ഉനൈ സിമോൺ. ഉനൈ സിമോൺ ഈ മത്സരത്തിൽ നടത്തിയൊരു പെർഫോമൻസ് ആണ് യഥാർത്ഥത്തിൽ ബാഴ്സയ്ക്ക് ഈ ഒരു സ്കോർ ബോർഡിൽ 2-0 എന്നൊരു സ്കോർ നൽകിയത്. അല്ലെങ്കിൽ ഈ മത്സരം ഒരു 5-0, 6-0 ഗെയിമായി മാറേണ്ട ഒരു ഗെയിമായിരുന്നു. ഈ മത്സരം ഈ ഒരു റേഞ്ചിൽ, അതായത് 2-0 എന്ന് പറയുന്ന സ്കോറിന് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണം ഉനൈ സിമോൺ എന്ന് പറയുന്ന കീപ്പറാണ്. ആള് മാത്രമാണ്. അത്രയേ പറയാനുള്ളൂ. ആളുടെ പെർഫോമൻസ് ടോപ്പ് ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പില് ഗോൾഡൻ ഗ്ലൗ ആൾ വിൻ ചെയ്യുമ്പോൾ ആൾ ഒരിക്കലും അതിന് ഡിസർവഡ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ആളുടെ സേവ് എന്ന് പറയുന്നത് ടോട്ടൽ ആ ഒരു ടൂർണമെന്റിലെ സേവ് എന്ന് പറയുന്നത് 13 സേവ് എന്തോ ആണ്. ഫൈനലി കളിച്ചിരുന്ന അർജന്റീനയുടെ കീപ്പർ ആയിട്ടുള്ള എമി മാർട്ടിനസിന് ഫൈനലി മാത്രമുണ്ട് 10ഓളം സേവ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്റ്റിൽ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉനൈ സിമോണിന്റെ അത്ര മികച്ച സീസൺ ഒന്നുമല്ല. ആ ഒരു സ്പെയിൻ സ്ക്വാഡിൽ 3 കീപ്പേഴ്സിൽ കഴിഞ്ഞ സീസൺ ഏറ്റവും മോശം സീസൺ ആർക്കായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉനൈ സിമോണിനാണ്. 2 ബ്രില്യൻ സീസൺ ഉണ്ടായിരുന്ന 2 കീപ്പേഴ്സ്, അതായത് ഒരാൾ ആഴ്സണലിന്റെ കീപ്പറായിട്ടുള്ള ഡേവിഡ് റേയും മറ്റൊരാൾ ബാഴ്സയുടെ കീപ്പറായിട്ടുള്ള ജുവാൻ കാഴ്സയും. ഇവരെക്കാട്ടിലും ആ ഒരു കോച്ചായിട്ടുള്ള സ്പെയിൻ്റെ കോച്ച് അദ്ദേഹം ഈ ഒരു ഉനൈ സിമോണിനെ തിരഞ്ഞെടുക്കാൻ കാരണം ഉനൈ സിമോണിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഉനൈ സിമോണിന് ആൾക്ക് അത്രയും ട്രസ്റ്റ് ആണ്. ഒരു സ്പെയിൻ്റെ കോച്ചിന് അത്രയും ട്രസ്റ്റ് ഉണ്ട് ഈ ഉനൈ സിമോണിൽ. അപ്പോൾ ആളെ അങ്ങനെ തിരഞ്ഞെടുത്തു. ആൾ അവിടെ നിന്നു. ആൾക്ക് ക്ലീൻ ഷീറ്റുകളുടെ എണ്ണം 7ഓളം ക്ലീൻ ഷീറ്റ് ഉണ്ടായിരുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവിടെ ആൾ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവുകളുടെ എണ്ണം കുറവായിരുന്നു. കാരണം ഓപ്പോസിറ്റ് ടീമിന് ബോൾ കിട്ടുന്നത് തന്നെ കുറവായിരുന്നു, അവർ ഷൂട്ട് അടിക്കുന്നത് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സേവുകളുടെ എണ്ണം കുറവായിരുന്നു. ക്ലീൻ ഷീറ്റുകളുടെ എണ്ണം വെച്ചിട്ടാണ് ആ ഒരു ടൂർണമെന്റിൽ വേൾഡ് കപ്പിൽ ആൾക്ക് ഒരു ഗോൾഡൻ ഗ്ലൗ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ 8 സേവുമായിട്ട് നിറഞ്ഞങ്ങ് കളിച്ചു ഉനൈ സിമോൺ. ഉനൈ സിമോണിന്റെ വേറെ ലെവൽ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു. ഈ മത്സരം ഞാൻ വിശ്വസിക്കുന്നത് ഉനൈ സിമോൺ ആണ് ഈ മത്സരത്തിലെ ഒരു മാൻ ഓഫ് ദി മാച്ച്, പ്ലെയർ ഓഫ് ദ മാച്ച്. അത് ഉനൈ സിമോൺ ആണ്. ഉനൈ സിമോണിന്റെ ആ ഒരു പെർഫോമൻസ് അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു. ഇനി നമ്മൾ ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 70% ബോൾ പൊസിഷൻ ആയിരുന്നു ബാഴ്സയ്ക്ക് ഉണ്ടായിരുന്നത്. മൊത്തത്തിലുള്ള ഒരു ആധിപത്യം ബാഴ്സയ്ക്ക് ഈ മത്സരത്തിലുണ്ടായിരുന്നു. ബിഗ് ചാൻസസ് ബാഴ്സ ക്രിയേറ്റ് ചെയ്തത് 6 ബിഗ് ചാൻസസ് ആണ്. 6 ബിഗ് ചാൻസസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് ബാഴ്സ അറ്റാക്കിംഗ് ഫുട്ബോൾ, അറ്റാക്കിംഗ് പാസസ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ മത്സരത്തിൽ 9 ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ 6 ബിഗ് ചാൻസസ് ബാഴ്സ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഷൂട്ടുകൾ 22 ഷൂട്ട് ബാഴ്സ അടിച്ചു. മറുഭാഗത്ത് 5 ഷൂട്ട്, ഒരു ഓൺ ടാർഗറ്റ് പോലും ഇല്ല. ബാഴ്സ 22 ഷൂട്ട് അടിച്ചപ്പോൾ 10 ഓൺ ടാർഗറ്റ് വെച്ചു, 10 അതിൽ 8 ഉനൈ സിമോൺ സേവ് ചെയ്തു, 2 ഗോളായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ
കോർണർ കിക്ക് ബാഴ്സ വിൻ ചെയ്തത് 12 എണ്ണമാണ്. പക്ഷേ കോർണർ കിക്ക് ബാഴ്സയ്ക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ്. 5 കോർണേഴ്സ് ആണ് ഈ ഒരു അത്ലറ്റിക് ക്ലബ് ബിൽബാവോ നേടിയിട്ടുണ്ടായിരുന്നത്. പാസുകളുടെ എണ്ണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സലോണ ചെയ്തിട്ടുണ്ടായിരുന്നത് 622 പാസസ് ആയിരുന്നെങ്കിൽ മറുഭാഗത്ത് 253 പാസസ് ആണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിറ്റ് വുഡ് വർക്ക് ബാഴ്സയുടെ 2 ഷൂട്ടാണ് ഈ ഒരു ബാർലോ പോസ്റ്റിലൊക്കെ ആയിട്ട് തട്ടിത്തെറിച്ചതെങ്കിൽ മറുഭാഗത്ത് ഒരെണ്ണം അവരുടെ ഒരു സെക്കൻഡ് ഹാഫിൽ അവസാനം ഒരു ഷൂട്ട് പോസ്റ്റിൽ തട്ടി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസൈഡ് ദ ബോക്സിൽ നിന്നുള്ള ഷൂട്ടുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയ്ക്ക് 2 എണ്ണം, ബാഴ്സയ്ക്ക് 18 എണ്ണം. അതായത് ബാഴ്സ അടിച്ച 22 ഷൂട്ടിൽ 18 ബോക്സിനകത്താണ്. ഒന്ന് ആലോചിച്ചാൽ മതി, ബാഴ്സ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഇവിടെ തന്നെ വളരെ വ്യക്തമാണ്. 18 ഷൂട്ട് ബോക്സിനകത്ത്, ഒന്ന് ആലോചിച്ചേ. അപ്പൊ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ബാഴ്സ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ആ ഒരു മാച്ചിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നത്. ഈ ഒരു മാച്ചിലെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരിക്കലും 2-0 എന്ന് തീരേണ്ട ഒരു മത്സരമല്ലായിരുന്നു ഇത് കുറഞ്ഞത് ഒരു 5 ഗോളെങ്കിലും അടിക്കേണ്ട ഒരു മാച്ചായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്രയും കിടിലനായിട്ടുള്ള ആ ഒരു മൂമെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയും കിടിലനായിട്ടുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. സ്കോറിങ് കുറഞ്ഞുപോയി. എനിവേ 2 മത്സരങ്ങളിൽ നിന്ന് 7 ഗോൾ അടിച്ച ബാഴ്സയ്ക്ക് സെന്റർ ഫോർവേഡ് ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു സെന്റർ ഫോർവേഡ് പോലും ടീമിലില്ല. കഴിഞ്ഞ സീസണിൽ കളിച്ച 2 സെന്റർ ഫോർവേഡും ടീം ഇട്ടുപോയി. സ്റ്റിൽ ബാഴ്സ 2 കളിയിൽ 7 ഗോൾ അടിച്ചിരിക്കുകയാണ്. എന്താ പറയാ, ഇവന്മാരെ എന്താ പറയാ, ഇത് എവിടെ പോയി നിൽക്കുന്നത് കണ്ടറിയണം. എനിവേ നല്ല പെർഫോമൻസ് ആണ് ഫിഫയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബാഴ്സയുടെ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഫിനിഷിങ് ബാഴ്സ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിൽ ചെറിയ എറേഴ്സ് ഒക്കെ വരുന്നത് നമുക്ക് കാണാം. അത് വളരെ കോമൺ ആണ്, കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതും ബാഴ്സ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ബാഴ്സയുടെ ഒരു ഫസ്റ്റ് ചോയ്സ് 11 കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഉള്ളത് പറയുവാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പെഡ്രി ഉണ്ട്. പെഡ്രിക്കൊപ്പം റോഡ്രിയെ കളിപ്പിക്കുമ്പോഴാണ് അതൊരു സംഭവമായിട്ട് മാറുക. റോഡ്രി സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ടായിരുന്നു കളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഡാനി ഓൽമോനെക്കാട്ടിലും ഫെർമിൻ ലോപ്പസ് ആയിരിക്കും കുറച്ചുകൂടി അവിടെ നന്നായിട്ട് ഷൂട്ടാകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിൽ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് എറിക് ഗാർസിയ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ, അതറിയത്തില്ല എന്താണെന്ന്. ലെഫ്റ്റ് ബാക്കിൽ ആ ഒരു സാവി എസ്ട്ര എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ, ആള് കിടിലൻ പ്ലെയർ ആണ്. കഴിഞ്ഞ സീസണിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഒരു മത്സരത്തിൽ ആൾ സബ്ബായിട്ട് ഇറങ്ങിയിട്ട് ഒരു 2-3 ടാക്കിളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആളൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അപ്പോൾ അത് മറ്റൊരു അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു മുതൽ. അപ്പോൾ അത് ഈ ഒരു സീസണിൽ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആൾ നടത്താനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം ജാവോ ക്യാൻസലോ ഉണ്ട്. അപ്പോൾ എനിവേ ബാഴ്സയെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഈ സീസണിലേക്ക് വരുമ്പോൾ ബാഴ്സയുടെ സ്ക്വാഡിന്റെ ഡെപ്ത് കുറെ കൂടിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാഴ്സയുടെ സൈനിങ്സ് മാത്രമല്ല അതിനുള്ള കാരണം, ബാഴ്സയുടെ ഈ ഒരു അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുള്ള പ്ലേയേഴ്സിന്റെ ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസും കൂടി അതിനൊരു കാരണമാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റുകളിൽ പറയുക. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയേക്കാം, അത് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ സംസാരിച്ച് പോകാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. പിന്നെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ സ്ഥിരം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.